ഈ ഒരു ശക്തി നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ തന്നെ സ്വന്തം വിധിയാൽ ബന്ധിക്കപ്പെടുന്നു. വിധി എന്ന സത്യത്തിനു മുന്നിൽ വഴങ്ങുന്നതുവരെ നിത്യതയെ വീണ്ടും അനുഭവിക്കാൻ നിർബന്ധിതരാക്കുന്നു. ഇത് കേവലം മിഥ്യാധാരണയുടെ ഒരു ഗെഞ്ചിത്സു അല്ല, ഇത് വിധിയുടെ തന്നെ കണ്ണാടിയാണ്. ശരീരത്തെ കൊല്ലാതെ അത് കീഴടങ്ങുന്നതുവരെ ആത്മാവിനെ തകർക്കുന്ന ഒരൊന്നൊന്നര ഫോർബിഡൻ ജുത്സു. അതെ, അഹങ്കാരം ഹൃദയത്തെ അന്ധമാക്കുമ്പോൾ, ശക്തി ആത്മാവിനെ ദുഷിപ്പിക്കുമ്പോൾ ഇത് ഉണർന്നു വരുന്നു. സ്വീകാര്യത മാത്രം നിങ്ങളെ സ്വതന്ത്രരാക്കുന്ന അനന്തമായ ഒരു ലൂപ്പിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഉച്ചിഹ വംശത്താൽ നിർമ്മിതമാക്കപ്പെട്ടതാണിത്. എന്നാൽ ഇതൊരു ആയുധമല്ല, ഇത് വിധി തന്നെയാണ്. അനന്തതയുടെ ഒരു തടവറ. ഇവിടെ നിങ്ങളുടെ ശത്രു ഞാനല്ല, നീ തന്നെയാണ്. ഇസാനാഗി എന്ന അമർത്തതയുടെ റിയാലിറ്റി റീറൈറ്റിന്റെ ഒരേ ഒരു കൗണ്ടർ പാർട്ട്. ഇൻട്രൊഡ്യൂസിംഗ് ഇസാനാമി. ഓക്കെ ഫൈൻ, നറൂട്ടോ യൂണിവേഴ്സിലെ ഒരു ഒന്നൊന്നര കൗണ്ടർ ജുത്സു ആണ് ഇസാനാമി. അതെ, നമ്മുടെ ഇസാനാഗിയുടെ കൗണ്ടറാണ് ഇസാനാമി. ഇന്ന് നമ്മൾ ഇസാനാമിയുടെ കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒറിജിൻ, പവേഴ്സ്, എബിലിറ്റി, യൂസേഴ്സ്, പർപ്പസ്, എന്തൊക്കെ കൗണ്ടേഴ്സ് ഇതിനുണ്ടോ, അതുകൂടാതെ നറൂട്ടോ വേൾഡിലെ ഇസാനാമിയുടെ ലെഗസിയും ഇമ്പാക്റ്റും എന്തായിരുന്നെന്ന്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇതിൻ്റെ ഒറിജിൻ നോക്കാം. ഇസാനാമി ദ ഇൻഫിനിറ്റ് ലൂപ്പ് ഓഫ് ഫേറ്റ്. ഒന്ന്, ഇത് ഉത്ഭവിച്ചത് നമ്മുടെ ലെജൻഡറി ക്ലാൻ ആയിട്ടുള്ള ഉച്ചിഹ വംശത്തിൽ നിന്ന് തന്നെയാണ്. ഇത് ഏത് ടൈപ്പാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഫോർബിഡൻ ഡൊജിറ്റ്സു ആണ്. അതായത് ഇതൊരു ഷരിങ്കൻ ടെക്നിക്ക് തന്നെയാണല്ലോ. ഇത് ഒരു കൗണ്ടർ പാർട്ടാണ്. അതായത് ഇസാനാഗി എന്ന് പറയുന്ന റിയാലിറ്റി റീറൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒന്നൊന്നര ഫോർബിഡൻ ജുത്സു ആയിട്ടുള്ള ഇസാനാഗിക്ക് ഏക കൗണ്ടർ പാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ജുത്സു ആണ്. വിധിയെ തിരിച്ചെഴുതാൻ ദൈവത്തിന് മാത്രമല്ലേ കഴിയുള്ളൂ. ഒരാൾ അനുഭവിക്കേണ്ടതാണെങ്കിൽ അത് അനുഭവിക്കേണ്ടത് തന്നെയാണ്. അല്ലാതെ ഇതൊരു അഹങ്കാരിയുടെ കയ്യിലാണ് എത്തുന്നതെങ്കിൽ അത് ഭയങ്കര കുഴപ്പങ്ങളുണ്ടാക്കും. ഇതിനെ തുടർന്നാണ് ഇസാനാഗിയുടെ ഒരു കൗണ്ടറായിട്ട് ഇസാനാമി കണ്ടുപിടിച്ചത്. ഇസാനാമിൻ്റെ ഒരു സമ്മറൈസ് വേർഷനിൽ പറയുകയാണെങ്കിൽ, ഇസാനാഗി യൂസ് ചെയ്യുന്ന ഒരാളെ അബ്യൂസ്, അതായത് അവർ പവർ അബ്യൂസ് ചെയ്യുവാണല്ലോ, അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല, റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാതെ വീണ്ടും വീണ്ടും ഇല്യൂഷനാക്കി മാറ്റുന്നു. ഇവരെ അതിൽ നിന്ന് മാറ്റി ഇതൊരു ട്രാപ്പ് പോലെ, ലൂപ്പ് പോലെ ഇട്ടുകൊണ്ടിരിക്കും. അതായത് ഇവരെ ഒറിജിനൽ ആയിട്ടുള്ള റിയാലിറ്റി അല്ലെങ്കിൽ വിധി സ്വീകരിക്കുന്നിടം വരെ ഇവരെ ഇസാനാമിയുടെ ട്രാപ്പിൽ അല്ലെങ്കിൽ ലൂപ്പിൽ ഇങ്ങനെ കിടന്നുകൊണ്ടേയിരിക്കും. അറ്റ് ലാസ്റ്റ് ഇവർ സത്യം അല്ലെങ്കിൽ വിധി അംഗീകരിക്കേണ്ടത് തന്നെ വെക്കും. ഇനി നമുക്ക് ഇസാനാമിയുടെ നേച്ചർ ഓഫ് ദി ടെക്നിക്ക് നോക്കാം. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇസാനാമി ഒരു ഗെഞ്ചിത്സു ആണ്. ഷരിങ്കൻ ഉപയോഗിച്ചിട്ട് ആരെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരെ എൻലെസ് ടൈം ലൂപ്പിൽ ട്രാപ്പ് ചെയ്യുന്നു. നറൂട്ടോ ഡേറ്റ ബുക്ക് അനുസരിച്ച് ഈ ഒരു ലൂപ്പ് ബേസ് ചെയ്തിരിക്കുന്ന ഒന്നെങ്കിൽ അവർ അനുഭവിച്ചിട്ടുള്ള ഒരു ടച്ചിലോ അല്ലെങ്കിൽ ഒരു സൈറ്റിലോ അല്ലെങ്കിൽ ഒരു സൗണ്ടിലോ ഒക്കെ ആയിരിക്കും. ഒരാൾക്ക് വന്നു കഴിഞ്ഞിരുന്ന ആ ഒരു ടച്ചോ അല്ലെങ്കിൽ ഇൻസിഡൻറ്റോ അവർ റിയാലിറ്റി റീറൈറ്റ് വെച്ച് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാധനം ഉപയോഗിച്ച് അതേ സാധനം തന്നെ നമുക്കൊരു ഇൻഫിനിറ്റ് ലൂപ്പ് ഓഫ് ടൈമിൽ ഇവരെ കൊണ്ട് അനുഭവിപ്പിക്കാൻ പറ്റും. എന്നിട്ട് ഫൈനലി ഇവർക്ക് ഒരു തവണ മരിച്ചാൽ മതി, അല്ലെങ്കിൽ ഞാൻ ചെയ്തത് തെറ്റാണ്, സത്യത്തെ അംഗീകരിക്കുമെന്ന് പറയുമ്പം നമുക്ക് അവരെ ഈ ഒരു ഗെഞ്ചിത്തിൽ നിന്ന് പുറത്താക്കുവാൻ പറ്റും. ഇതിലൊരു ക്യാച്ച് എന്താണെന്ന് വെച്ചാൽ, ഇസാനാഗി എന്ന് പറയുന്നത് കംപ്ലീറ്റ് റിയാലിറ്റീനെ ആൾട്ടർ ചെയ്യുന്നതാണെങ്കിൽ, അതായത് ഔട്ട്സൈഡ് വേൾഡിനെയും ഇത് ബാധിക്കുമല്ലോ ഇസാനാഗി. എന്നാൽ ഇസാനാമി ഔട്ട്സൈഡ് വേൾഡിനെ ബാധിക്കുകയില്ല. ഇത് പ്യൂർലി ഒരു മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ പ്രിസൺ എന്ന് തന്നെ പറയാം. സോ ഈ ഒരു രീതിയിൽ തന്നെ ഇതിൻ്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസും നമുക്ക് മനസ്സിലായി കാണും. അതെ, ഒന്ന്, എൻഡ്ലെസ് ടൈം ലൂപ്പ്. എത്ര തവണ വിക്ടിം ഇങ്ങനെ റിലീവ് ചെയ്യാൻ ശ്രമിച്ചാലും നമ്മൾ ആ ലൂപ്പിൽ ഇട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വേറൊരു പവറായിട്ട് കണക്കാക്കാൻ പറ്റുന്നതാണ് ജഡ്ജ്മെൻറ്റ് ഓഫ് ദി സെൽഫ്. അതെ, ഈ ഒരു ലൂപ്പിൽ പെട്ടുകഴിഞ്ഞാൽ പിന്നെ സ്വന്തമായിട്ട് ഒരാൾ അക്സെപ്റ്റ് ചെയ്യണം ആ ഒരു റിയാലിറ്റി. എന്നാലേ, അതായത് നമ്മൾ സെൽഫിലി അക്സെപ്റ്റ് ചെയ്യുകയാണ്, അതും ഇതിൻ്റെ ഒരു തരം പവറായിട്ട് നമുക്ക് കൊടുക്കാം. ഈ ഒരു സെൻസിൽ പറയുമ്പോൾ ഇസാനാമി ഒരു ആയുധമല്ല, മറിച്ച് ഒരു ടൂളാണ്. എന്തിന്? കറക്റ്റ് ചെയ്യാനും പണിഷ്മെൻറ്റിനെയൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു ടൂൾ. ഇത് പിന്നെ എന്തുകൊണ്ട് ഫോർബിഡൻ ജുത്സു ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഒരു കോസ്റ്റ് ഉണ്ട്. ഇസാനാഗിയെ പോലെ തന്നെ ഇസാനാമിയും ഒരു കണ്ണ്, അതായത് അന്യായ ബ്ലൈൻഡ്നെസ് പെർമനൻ്റ്ലി ബാധിക്കാവുന്ന ആ ഒരു സംഭവം വരും. ഷരിങ്കൻ പെർമനൻ്റ്ലി ബ്ലൈൻഡ് ആയി പോകാനാണെന്നാണ് നറൂട്ടോ ഡേറ്റ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഫോർബിഡൻ ആക്കിയത്. അതായത് ഒരാൾ ഇസാനാഗി യൂസ് ചെയ്താൽ മാത്രം കൗണ്ടറായിട്ട് ഇസാനാമി യൂസ് ചെയ്താൽ മതിയല്ലോ. ഇസാനാഗി ഇപ്പോൾ ആൾക്കാർ അങ്ങനെ ഉപയോഗിക്കത്തില്ല, അതും ഫോർബിഡൻ ആണ്. സോ ആ രീതിയിൽ അത് ബാലൻസ് ചെയ്ത് പൊയ്ക്കോളും. ഇനി നമുക്ക് ഇസാനാമി യൂസ് ചെയ്തിട്ടുള്ള നോൺ ആയിട്ടുള്ള യൂസേഴ്സ് ആകെ എൻറ്റയർ ഹിസ്റ്ററിയിൽ എൻ്റെ രീതിയിൽ നമ്മളെ കാണിച്ചിട്ടുള്ള ഒരേ ഒരാളാണ് ഇറ്റാച്ചി ഉച്ചിഹ. ഇറ്റാച്ചി ഉച്ചിഹ ഈസ് ദ ഓൺലി കൺഫേംഡ് യൂസർ ഷോൺ ഇൻ ദ സീരീസ് എന്ന് വേണമെങ്കിൽ പറയാം.
നമ്മുടെ 4th ഗ്രേറ്റ് നിഞ്ച വാറിന്റെ സമയത്ത് കബൂട്ടോനെ ഇറ്റാച്ചി ഈ ഒരു ഇസാനാമിയിൽ ട്രാപ്പ് ചെയ്യുന്നുണ്ട്. അതായത് അവൻ അത്രയും കാര്യങ്ങളും അരഗൻസും ആംബിഷനും എല്ലാം കാണിച്ചിട്ട് ഇസാനാമി ഉപയോഗിച്ച് നമ്മുടെ ഇറ്റാച്ചി അവനെ അവൻ്റെ തന്നെ ആക്ഷൻസിന്റെ ഉള്ളിൽ അവനെ തന്നെ കൊണ്ട് കൺഫ്രണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് അവൻ്റെ ട്രൂ സെൽഫ്. ഇങ്ങനെ ഇസാനാമി ഉപയോഗിച്ച് ഇറ്റാച്ചി കബൂട്ടോനെ ഫോഴ്സ് ചെയ്യിപ്പിക്കുകയായിരുന്നു. എന്തിന്? റിയാലിറ്റീനെ അക്സെപ്റ്റ് ചെയ്ത് എഡോ ടെൻസൈനെ അൺഡു ചെയ്യാൻ വേണ്ടിയും ബാക്കിയുള്ളവരുടെ എല്ലാം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയും. വേറെ മെമ്പേഴ്സ് എന്ന് പറയാൻ തക്കെ ഒന്നുമില്ല. ഉച്ചിഹാസ് തിയററ്റിക്കലി എന്ന് മാത്രം പറയാം. കാരണം കുറച്ച് പേരെ ഇത് ഉപയോഗിച്ചിട്ടുള്ളൂ. പെർമനന്റ് ലോസ് ഓഫ് ബ്ലൈൻഡ്നെസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് പേരെ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി ഇതിനെന്തെങ്കിലും വീക്ക്നെസ് ആൻഡ് ലിമിറ്റേഷൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ, ഉപയോഗിക്കുന്ന ആളുടെ കൈയുടെ ആ ഒരു കാഴ്ച നഷ്ടപ്പെടും. പെർമനന്റ് ഐ ലോസ് തന്നെയാണ്. 2, ഇതൊരു കോമ്പാക്റ്റ് ടെക്നിക്ക് അല്ല. അതായത് ഇസാനാമിക്ക് ഒരാളെ കൊല്ലാൻ പറ്റത്തില്ല, ഫിസിക്കലി ഹാം ചെയ്യാനോ പറ്റത്തില്ല. ഓൺലി മൈൻഡിനെ സ്പിരിച്വൽ രീതിയിൽ അല്ലെങ്കിൽ മൈൻഡിനെ ഒന്ന് ഡിസോർഡർ ആക്കാനേ പറ്റത്തുള്ളൂ. നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യും. കാരണം മൈൻഡിൽ ഇത് തന്നെ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. പിന്നെ ഇതിന് ചെയ്യണമെങ്കിൽ നല്ല പ്രിപ്പറേഷൻ ടൈമും കാര്യങ്ങളൊക്കെ വേണം. കാരണം ഈ ഒരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് സെൻസറി എക്സ്പീരിയൻസ് വെച്ചാണ് വിക്ടിമിൻ്റെ. സോ അതെല്ലാം അറിഞ്ഞുകൊണ്ട് വേണം ഇതൊരു കാസ്റ്റ് ചെയ്യാൻ. ഇതറിയാത്ത ഒരാളാണെങ്കിൽ ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ പോലും പറ്റത്തില്ല. നാറുട്ടോ ഡേറ്റാ ബുക്ക് അനുസരിച്ച് ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആക്സെപ്റ്റ്, അതായത് റിയാലിറ്റീനെ ട്രൂത്ത് അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാതെ മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ ഇതിനൊരു കൗണ്ടറായിട്ട് ഇതുവരെ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ഇമ്പാക്റ്റ് ഓൺ ലെഗസി ഇൻ നാറുട്ടോ വേൾഡിൽ നോക്കുകയാണെങ്കിൽ ഫിലോസഫിക്കൽ ഇമ്പാക്റ്റ് തന്നെ ആദ്യം നോക്കാം. അതെ, ഇസാനാമി റെപ്രസെന്റ് ചെയ്യുന്നത് തന്നെ ഉച്ചിഹയുടെ സ്ട്രഗിള് സത്യത്തിൻ്റെയും അറഗൻസിൻ്റെ ഒരു പേരിൽ തന്നെയാണെന്ന് തന്നെ പറയാം. അതായത് ഒരു ടൈപ്പുള്ള ഈ ഉച്ചിഹാസ് ഇത് വെച്ച്, അതായത് ഇസാനാഗി ഉപയോഗിച്ച് റിയാലിറ്റീനെ റീറൈറ്റ് ചെയ്യുമ്പോൾ അതിനെ തന്നെ പ്രതിരോധിക്കാൻ വേണ്ടി ഉച്ചിഹാസ് തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ന്യായധർമ്മ ബോധത്തെയാണ് നമുക്ക് വിശദീകരിക്കാൻ പറ്റും. 2, പ്രാക്ടിക്കൽ ഇമ്പാക്റ്റ് ആണ്. ഇറ്റാച്ചി ഇസാനാമി ഉപയോഗിച്ചിട്ട് 4th ഗ്രേറ്റ് നിഞ്ച വാറിന്റെ ഒരു വലിയ പിവട്ടൽ പോയിന്റ് ആണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. അതും എഡോ ടെൻസൈ ക്യാൻസലേഷൻ എന്ന് പറയുന്ന ആ ഒരു 1.5 സാധനം. ഇറ്റാച്ചി അവിടെ അത് ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്കറിയാം എന്താ അവസ്ഥയാവുമായിരുന്നെന്ന്. ഇനി 3ാമത്തെ, പ്ലാൻ ബാലൻസ്. അതെ, ഉച്ചിഹയുടെ തന്നെ പകുതി പേർക്ക് സെൽഫ് അവെയർനെസ് ഉണ്ട്, ബാക്കിയുള്ളവർക്കില്ല. ആ ഒരു മിഥ്യാധാരണകളെല്ലാം മാറ്റിയിട്ട് ഒരാൾ തെറ്റ് ചെയ്താൽ ഇവനെ ശിക്ഷിക്കാൻ മാത്രം റിയാലിറ്റീനെ റീറൈറ്റ് ചെയ്താൽ പോലും ഇവനെ വേറൊരു ഗെഞ്ചിറ്റ്സുവിലിട്ട് അടപ്പെടുത്തുവാനുള്ള പവർ എൻ്റെ കയ്യിലുണ്ടെന്നുള്ള ഒരു ബോധ്യവും ഇവർക്കുണ്ട്. സോ ഇത്രയൊക്കെയാണ് നമുക്ക് ഇസാനാമിയെ പറ്റി എൻ്റെ നാറുട്ടോ വേൾഡിൽ പറയാൻ പറ്റുന്നത്. ഞാൻ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. സോ വൺ ഫൈനൽ വേർഡ്, ഇസാനാമി ഈസ് ലെസ് എ വെപ്പൺ ആൻഡ് മോർ എ സ്പിരിച്വൽ മിറർ. എന്താണ് സിംബലൈസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഷിനോബി വേദനയെ ഉപയോഗിച്ചു. എന്തിന്? ഡിസ്ട്രോയ് ചെയ്യാനല്ല, പക്ഷെ പഠിപ്പിക്കുവാനും ഗൈഡ് ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. ഇത്രയൊക്കെയാണ് ഇസാനാമിയെ പറ്റി നമുക്ക് കിട്ടിയ ഡേറ്റാ ബുക്കിലനുസരിച്ചും സീരീസിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ. വേറെ എന്തെങ്കിലും അറിയെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തോളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബോയ്സ്. നെക്സ്റ്റ് വീഡിയോ ടാറ്റ ഗൈസ്. I told you long ago